അസർബൈജാൻ എയർലൈൻസ് വിമാനം വെടിയേറ്റ് താഴെ വീഴുന്നതിന് മുൻപായി തന്റെ ഭാര്യയ്ക്ക് ഹൃദയഭേദകമായ സന്ദേശം വീഡിയോയിൽ ചിത്രീകരിച്ച ഭർത്താവ് അത്ഭുതകരമായി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വിമാനം തകർന്ന വീണയെടുത്ത് മുഖം മുഴുവൻ രക്തം പുരണ്ട് ഓടി നടക്കുന്ന സുബ്കോൺ റാഖിമോവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. 38 പേർ മരണമടഞ്ഞ അപകടത്തിൽ തന്നെ രക്ഷപ്പെടുത്തിയ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ അയാൾ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. വിമാനം കുത്തനെ താഴേക്ക് പതിക്കുകയാണെന്ന് മനസ്സിലായ ആ നിമിഷം തന്നെ റാഖിമോവ് തന്റെ ഭാര്യയ്ക്കായി ഒരു സന്ദേശം വീഡിയോയിൽ പകർത്തുകയായിരുന്നു. വിമാനം പലപ്പോഴായി താഴെ ഇറങ്ങാൻ ശ്രമിച്ചുവെന്നും തുടർന്ന് വിമാനത്തിലെ യാത്രക്കാർ ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടുവെന്നും അതിൽ പറയുന്നു. വിമാനം തകരുന്നതിന് മുൻപുള്ള ഇയാളുടെ വീഡിയോയിൽ ഓക്സിജൻ മാസ്കുകൾ തൂങ്ങിക്കിടക്കുന്നതും യാത്രക്കാർ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും കാണാം. ഏറെ വൈകാതെ പശ്ചിമ കസഖ്സ്ഥാനിലെ അക്ടാവുവിൽ വിമാനം പൊട്ടിത്തകരുകയായിരുന്നു. റഷ്യയുടെ ഒരു സർഫസ് ടു എയർ മിസൈലാണ് വിമാനത്തെ തകർത്തതെന്ന് അസർബൈജാൻ സർക്കാർ ആരോപിക്കുന്നതിനിടെയാണ് റാഖിമോവിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ ലോകമറിയുന്നത്. ഒരു പ്രാഥമിക അന്വേഷണ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് 8432 വിമാനത്തിന് നേരെ മിസൈൽ തൊടുത്തുവിടുകയായിരുന്നു എന്നാണ്. ചെൻചെൻ തലസ്ഥാനമായ ഗ്രോസ്നിക് മേൽ വെച്ചായിരുന്നു ആക്രമണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടിയന്തര ലാൻഡിങ്ങിന് നിരവധി തവണ അഭ്യർത്ഥിച്ചുവെങ്കിലും ഒരു റഷ്യൻ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങാനുള്ള അനുമതി നൽകിയില്ല. ഇതിനു പകരം കസഖ്സ്ഥാനിലേക്ക് പറക്കാനായിരുന്നു നിർദ്ദേശിച്ചതെന്നും അതിനു മുൻപായി ചെൻചെനിയയിലെ നൗസ്കി ജില്ലയിലുള്ള പാൻസിർ എന്ന പ്രതിരോധ സംവിധാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലാണ് വിമാനത്തെ അപകടപ്പെടുത്തിയതെന്നും അസർബൈജാൻ സർക്കാർ ആരോപിക്കുന്നു. ജാമറുകൾ വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രവർത്തനരഹിതമാക്കിയതായും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റഷ്യ ഇക്കാര്യത്തിൽ നേരിട്ട് പ്രതികരിക്കാതെ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് മനഃപൂർവ്വമാണ് ചെയ്തതെന്ന് പറയുന്നില്ല എന്നാണ് അസർബൈജാൻ അന്വേഷണ സംഘത്തിലെ ഒരാൾ റോയിറ്റേഴ്സിനോട് പറയുന്നത്. തെറ്റ് പറ്റിയതാണെങ്കിൽ അത് റഷ്യ സമ്മതിക്കുമെന്നാണ് കരുതുന്നതെന്നും അയാൾ പറഞ്ഞു.